ഹലോ ഗായ്സ്, വെൽക്കം ടു സ്കോട്ട്ലൻഡ്. എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ സ്കോട്ട്ലൻഡിൽ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം സ്കോട്ട്ലൻഡിൽ വന്നപ്പോൾ എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു. ഞാനും അരൂട്ടനും ഒരു റോഡ് ട്രിപ്പായിരുന്നു. ഇതൊരു റോഡ് ട്രിപ്പാണ്, 5 days. അപ്പം ഞങ്ങൾ ഇന്നലെ എത്തി. ഇതൊരു ഹോസ്റ്റലാണ്, വലിയൊരു ഹോസ്റ്റൽ, ഇൻവേർണസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ. ഇന്നലെ രാത്രി എത്തി. ഞങ്ങൾ ഇൻവേർണസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് ഞങ്ങൾ ഐൽ ഓഫ് സ്കൈലോട്ട് പോവാണ്. അപ്പം എല്ലാവരും പൊതുവെ വരുന്നവരൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് എഡിൻബ്ര അല്ലെങ്കിൽ കുറച്ച് ആ ഒരു സ്ഥലമൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഹൈലൻഡ്സിലോട്ട് പോവാണ്. ഐൽ ഓഫ് സ്കൈ, അതായത് ഐൽ ഓഫ് സ്കൈയിൽ 2 ദിവസമുണ്ട് ഞങ്ങൾ. ഇന്നിപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫെയറി പൂളാണ്. ഞാൻ ഓൾറെഡി ഫെയറി പൂൾ ഒന്ന് പോയിട്ടുണ്ട്, പക്ഷേ അത് അത്ര വർത്ത് ആയതുകൊണ്ട് വി ആർ ഗോയിങ് ദർ ഫോർ സെക്കൻഡ് ടൈം. അപ്പം എന്തായാലും ഇനി 3 ദിവസത്തെ സ്കോട്ട്ലൻഡ് വിശേഷങ്ങൾ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെ ഒരു ഫ്രണ്ട്ലി പൂച്ചയുണ്ട്. അരട്ടാ, നിന്നെ അല്ലടാ, പൂച്ചേനെ. ഞങ്ങളെല്ലാവരും റെഡിയായി. ടോണി പോവല്ലേ അപ്പം? യെസ്, ഭവ്യ അതാണ് മാറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. എന്തായാലും ഇനിയിപ്പോൾ പോകുന്ന വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതായിരുന്നു ഞങ്ങൾ നിന്ന ഹോസ്റ്റല്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ ഇപ്പോൾ 7:30 രാവിലെ തന്നെ ഇപ്പം പോയാലേ ഉള്ളൂ 3 hours ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ ചപ്പലും ഇതൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. കാരണം ബാഗിൽ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇനിയിപ്പം ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല എന്നാണ് തോന്നുന്നത്. വോട്ടെവർ, ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ ജസ്റ്റ് നടന്ന് വരുന്ന വഴിക്ക് ഒരു അടിപൊളി സ്പോട്ട് കണ്ടു. അതായത് ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന പോലെ എന്നൊക്കെ പറയണത്. ടോണി ഞങ്ങളിങ്ങനെ സൈഡിലോട്ട് ഇറങ്ങി. ചെറിയൊരു അരുവി, അജിത്ത് ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഒരു രക്ഷയില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്തൊരു സ്റ്റോപ്പ്, അതായത് ഇതാണ് സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സ്കൈ ബ്രിഡ്ജിൽ കൂടെ പോയായിരുന്നു. അപ്പം ഇവിടെ ഒന്ന് ഇറങ്ങി. ഇവിടെ ഒരു പോർട്ടുണ്ട്. ഇവിടുന്ന് മറ്റേ നമ്മൾ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ ഈ സ്കൈ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ ഐൽ ഓഫ് സ്കൈലോട്ട് കയറി. അപ്പം എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. നല്ല നീല വെള്ളം, പച്ചപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഞങ്ങൾ ഇന്നത്തെ ഫസ്റ്റ് ലൊക്കേഷൻ 3 മണിക്കൂറോളം അത് നിർത്തി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ എത്തിയപ്പോൾ 4 മണിക്കൂറും കൊണ്ട് ഞങ്ങൾ എത്തി. ഇപ്പം സമയം 11:30. ഞങ്ങൾ പോകുന്നത് ഫെയറി പൂളിലാണ്. ഫെയറി പൂൾ ഇപ്പോൾ കുറേ ആൾക്കാർ, നല്ല തിരക്കുണ്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാം. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. എന്താ പറയുക, ലൈക്ക് സ്കോട്ട്ലൻഡിൽ ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ടൈമാണ്, 2ാമത്തെ പ്രാവശ്യമാണ് വണ്ടി എടുത്ത് വരുന്നത്. എപ്പോഴും ഞങ്ങൾ പറയും വണ്ടി എടുത്ത് ആ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത അത്ര ഒരു ഭംഗിയാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബ്യൂട്ടിഫുള്ളാണെന്നുള്ളത്. പല രാജ്യത്തു നിന്ന് ആക്ച്വലി ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ബാക്കിലൊക്കെ നോക്കിയാൽ കാണാൻ നല്ല തിരക്കാണ്. ചെറിയൊരു കാറ്റിനൊരു തണുപ്പുണ്ട്, പക്ഷേ അതൊഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെതറാണ്. ലൈക്ക് വെയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിലും നല്ല വെതറാണ്. ഇന്ന് മഴയൊക്കെ ആയിരുന്നെന്നായിരുന്നു കാണിച്ചത്. ബട്ട് സോ ഫാർ സോ ഗുഡ്, കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും താഴോട്ട് പോകുമ്പോഴത്തേക്ക് കാണിച്ചാൽ, ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പം ഓട്ടമായിരുന്നു. ഓട്ടം എന്ന് പറയുമ്പോൾ ഫുള്ള് മഞ്ഞ കളർ, അതായത് എല്ലാം കൊഴിഞ്ഞു പോകുന്നൊരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. ഡ്രൈ അല്ല, ആക്ച്വലി ഒരു വെറ്റായിരുന്നു, മഴയൊക്കെ പെയ്തിട്ട്. ഇപ്പം നോക്കുമ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ടുള്ളൊരു വ്യൂ. ഞാൻ ഈ ക്യാമറ ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം കാരണം എൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി ക്യാമറ തിരിച്ചിട്ട് ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഫെയറി പൂൾ എന്ന് പറയുന്നത്. ഈ ഒരു വഴിയിലൂടെ നമ്മൾ നടന്ന് പോകുമ്പം കുഞ്ഞു അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീസ് എങ്ങാണ്ടുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങി. താഴോട്ട് നല്ല ചരൽ നിറഞ്ഞ വഴിയാണ്. അപ്പം എങ്ങാനും വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ നിന്ന് ഓടി വീണ് പൊട്ടുന്ന പോലെ കയ്യും കാലൊക്കെ നല്ലപോലെ വീഴും. അപ്പം ഞാൻ വീണാണ്, മുറിയും. എന്നാലും ഞാനും ആരോട്ടിനും ബാക്കി ഫ്രണ്ട്സൊക്കെ ഫ്രണ്ടിലുണ്ട്. ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇറങ്ങുവാണ്. ചെറിയൊരു കാറ്റുണ്ട്, പക്ഷെ നല്ലൊരു സുഖമുണ്ട്. എന്തായാലും ഇറങ്ങുന്തോറും നമ്മളിങ്ങനെ മലയുടെ അടുത്തോട്ട് പോകുന്നതോറും ഭംഗി കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്.
അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം നമുക്ക്. വെള്ളം ശരിക്കും പറഞ്ഞാൽ കുറവാണ്, പക്ഷെ എന്നാലും പേരിനൊരു വെള്ളച്ചാട്ടമുണ്ട്. ആൾക്കാർ ചെറിയ പിള്ളേരെയൊക്കെ ആയിട്ട്, ഒരു വയസ്സാവാത്ത പിള്ളേരെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ട്രാവലിംഗ് സ്പിരിറ്റാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണിപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടം. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇവിടെ വീഡിയോസിലൊക്കെ ഇറങ്ങി കുളിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടി ഇരുന്ന് ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല ആക്ച്വലി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവർ നടന്ന് മടുത്ത് ക്ഷീണിച്ച് വന്നിരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കുഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താറായി നമ്മൾ. അരൂട്ടനൊക്കെ ഓൾറെഡി നടന്ന് അവിടെ എത്തി. നമുക്ക് ചിലപ്പോൾ ഓടി വരണ്ട. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇതിലും വെള്ളം ഉണ്ടായിരുന്നു. നടന്ന് ഞാൻ കിതച്ച് അയ്യോ. അങ്ങനെ ഈ കാണുന്നതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ഇത് ചെറിയൊരു, നമുക്ക് കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ചെറിയൊരു അരുവി ഒഴുകി വരുന്നു. അതൊരു ചെറിയ വെള്ളച്ചാട്ടമേ ഉള്ളൂ. ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി ആക്ച്വലി അങ്ങ് പോകുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലും നല്ല വ്യൂ ആണ്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലും കണ്ടില്ലേ, എല്ലായിടത്തും നല്ല വ്യൂ. ഇവിടെ വേറൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ കാണുന്നത് അടുത്തൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ അടിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലൂ കളർ വാട്ടറാണ്. ബ്ലൂ കളർ വാട്ടറല്ല, അടിയിലുള്ളത് ബ്ലൂ ആണ്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കളർ ബ്ലൂ. ഇനിയിപ്പം കുറച്ചുകൂടെ കയറാനുണ്ട്. ആ മുകളിൽ വരെ കയറണം. ആ മലയുടെ മുകളല്ല, ഈ ഒരു പോയിൻ്റ് വരെ, അതായത് ഈ ഒരു പോയിൻ്റ് വരെ കയറണം. അപ്പോൾ എന്തായാലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം വിടാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് അവിടുന്ന് ബാക്കോട്ടുള്ള വ്യൂവും ആ മലകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനിയും നമുക്ക് മുകളിലോട്ട് കയറാനുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ നല്ല വ്യൂ ഒക്കെ കണ്ടിപ്പോൾ ഇതാണ് ബാക്കോട്ടുള്ള, നമ്മൾ ആ ഒരു അറ്റത്തു നിന്നാണ് വന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി കുറച്ച് വെള്ളത്തിൻ്റെ സൈഡിൽ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുവാണ്. തണുപ്പുണ്ടോ? നടന്ന് വന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ തിരിച്ചതാ അത്രയും ആ ഒരു അറ്റം വരെ നമുക്ക് പോകാനുണ്ട്. ഇവിടെ വന്ന് നമ്മളിപ്പോൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു. കാരണം എനിക്ക് എപ്പോഴും തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം, അയ്യോ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് അയ്യോ ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടുന്ന് തിരിച്ചു പോകും. ഇത്രയും നല്ല വ്യൂവിൽ നിന്ന് സൈൻ ഓഫ് ചെയ്ത് വി ആർ ഗോയിങ് ബാക്ക്. ഇനി അടുത്ത ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയും നടക്കാനുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം ഓൾറെഡി അവർ ഫ്രണ്ടിലോട്ട് പോയി. ഇനിയിപ്പം ഓടിച്ചെന്നാലേ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ, ഇനിയും നമുക്ക് 2 സ്ഥലങ്ങൾ കാണാനുണ്ട് ഇന്ന്. അപ്പോൾ ആ 2 സ്ഥലങ്ങളും കൂടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. തിരിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തില്ല, ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ച് കയറി ശ്വാസമൊക്കെ ഒന്ന് എടുത്ത് വിടുവാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. അടുത്ത ലൊക്കേഷൻ കുറച്ച് കൺഫ്യൂസ്ഡാണ് ഏതാദ്യം പോകുമെന്നുള്ളത്. കാരണം ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ബീച്ചിൽ പോയി കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരാം. ഇനിയിപ്പോൾ എന്തായാലും ടോയ്ലറ്റൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട്, കാരണം ഇപ്പോൾ അടുത്ത ടോയ്ലറ്റ് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കാണുമ്പം ചാടി കയറി അങ്ങ് യൂസ് ചെയ്യാമെന്നല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അരൂട്ടനൊക്കെ ഓൾറെഡി വണ്ടിയിലെത്തി. ഞങ്ങൾ ഇനി നടന്ന്, അപ്പോൾ ഈ ഒരു വ്യൂവിനോട് ഗുഡ് ബൈ. ഞങ്ങൾ ഇന്നത്തെ 2ാമത്തെ ലൊക്കേഷൻ എത്തി. ഇത്രയും നേരം നമ്മൾ കണ്ടത് മൗണ്ടെയിനും അതായത് മലനിരകളായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത്, എൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ കാണാം, ഇത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നീസ്റ്റ് പോയിൻറ്റ് ലൈറ്റ് ഹൗസ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇതൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇവിടെ ലൈറ്റ് ഹൗസ് അങ്ങറ്റത്താണുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു ഇതൊരു ബീച്ചല്ല, നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ആക്സസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ട്
നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കാൻ പോവാണ്. അപ്പോൾ താഴോട്ട് പോകുമ്പോഴുള്ള കുറച്ചുകൂടി ഉള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നീസ്റ്റ് പോയിൻറ്റ് ലൈറ്റ് ഹൗസ്. അതായത് ഇങ്ങനെ നടന്ന് ഈ വഴി കൂടെ നടന്ന് അറ്റത്ത് ചെല്ലണം. അറ്റത്ത് എല്ലാവരും ഇതാ ഇങ്ങനെ പയ്യെ നടന്ന് പോകുന്നുണ്ട്. നമ്മളോട് വന്ന ടീംസൊക്കെ ഇത് അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും പോകണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് എന്താ തീരുമാനം നോക്കിയിട്ട് പോവാം. ഞങ്ങളങ്ങനെ ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇരിക്കുവാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടയേർഡായതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ആസ്വദിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ താഴെയൊക്കെ ഭയങ്കര നല്ല ബ്ലൂ കളറുണ്ട്. ഇവിടെയൊക്കെ നല്ല ക്രിസ്റ്റൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളി ടർക്കോയിസ് ബ്ലൂ കളർ. ഇന്നത്തെ ഞങ്ങളുടെ മൂന്നാമത്തെ ലൊക്കേഷൻ, അതുപോലെ ലാസ്റ്റ് ലൊക്കേഷനായ കോറൽ ബീച്ചിലെത്തി. ഇവിടെ ഞങ്ങൾ കുറച്ചത് കഷ്ടപ്പെട്ടു. കാരണം ഇത്രയും കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വഴിയൊക്കെ ഫുള്ള് ബ്ലോക്കായി. ഞങ്ങൾ 2 പ്രാവശ്യമൊക്കെ ആദ്യം ഒന്നും അങ്ങോട്ട് പോയി ബ്ലോക്കാന്ന് പറഞ്ഞ് തിരിച്ചു പോയി. പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് എന്തോ ഭാഗത്തിൻ്റെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ 5 മണിയായി. ഇവിടെ ഇപ്പോൾ 10 മണിയാവും രാത്രിയിൽ സൺസെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പെട്ടെന്ന് സ്വിംവെയർ ഒക്കെ എടുത്തിട്ടു, സ്വിമ്മിങ് സ്യൂട്ട് ഒക്കെ എടുത്തിട്ടിട്ട് ഞങ്ങളിപ്പം ബീച്ചിലോട്ട് പോവാണ്. നല്ല തിരക്കുണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പം അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കുറച്ച് നേരം ഇനിയിപ്പം തിരിച്ചു വരുമ്പോഴത്തേനും നല്ല ടാൻ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. വോട്ടെവർ ഇറ്റ് ഈസ്, ഹോളിഡേ ആണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഞങ്ങൾ ചില്ല് ചെയ്ത് കുറച്ച് സമയം, ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അപ്പം മാക്സിമം എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വരാനാണ്. അതായത് വൈകുന്നേരം ഫുള്ള് കടലിൽ കിടന്നിട്ട് വീട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ വണ്ടികളൊക്കെ പോയിട്ട് അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ബീച്ചിന് അപ്പോൾ ഇത്രയും ഹൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഹൈപ്പ് എന്താണെന്ന് ഞങ്ങളവിടെ ചെന്നിട്ട് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇതായിരുന്നു, ഞങ്ങൾ വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഞാൻ ആക്ച്വലി വീഡിയോ ഒക്കെ ഫോണൊക്കെ നമ്മൾ മാറ്റി വെച്ച് കുറച്ച് നേരം ഇറങ്ങിയുള്ളൂ. ഞാനാണെങ്കിൽ കാലിൻ്റെ താഴോട്ടൊക്കെ നനച്ചുള്ളൂ. കാരണം നല്ല തണുപ്പുണ്ട്. നമ്മൾ വിചാരിച്ചാലും തണുപ്പുണ്ട്. വെയിലുണ്ടെന്ന് പറഞ്ഞാലും നല്ല തണുപ്പുണ്ട്. ഇവിടെ ആരുമില്ല, ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഞങ്ങളപ്പം കുറച്ച് നേരം വെറുതെ ചില്ല് ചെയ്ത് കുറച്ച് നേരമൊക്കെ കിടന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ പോട്രി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. പോട്രിയിൽ പതിവ് പോലെ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങാനാണ് പ്ലാൻ. അപ്പം കാരണം പോട്രി അത്യാവശ്യം നൈറ്റ് ലൈഫൊക്കെ ഉള്ളതായതുകൊണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ജെല്ലി ഫിഷിനെ കണ്ടു. ഞാൻ ആക്ച്വലി അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ, ഞാൻ വീഡിയോ എടുത്തില്ല. ജെല്ലി ഫിഷിനെ കണ്ടു. അതൊരു നല്ലൊരു, എൻ്റെ ഫസ്റ്റ് ടൈം ജെല്ലി ഫിഷിനെ കണ്ടതാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. കോടയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബാക്കിൽ അവിടെ കോട കയറി തുടങ്ങി. ഒത്തിരി തണുപ്പാകുന്നതിന് മുന്നേ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ നൈറ്റ് ലൈഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും കാണുന്നത്, ഓർ ടുഡേ. സോ എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ. ഇവിടെ നിന്ന് പോയി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം വണ്ടിയിൽ കയറാനായിട്ട്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ സ്കോട്ട്ലൻഡിലെ 3rd ഡേ എത്തിയിട്ടുണ്ട്. അപ്പം 3rd ഡേയിലെ രാവിലെ ഹോസ്റ്റലിലാണ് ഞങ്ങളുള്ളത്. രാവിലെ ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കുക്ക് ചെയ്യുന്നു. ഞാനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവർക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്ന് നൈറ്റ് ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്നലെ രാത്രി ആക്ച്വലി ഞങ്ങൾ പോട്രിയിൽ ഒന്നും ചെയ്തില്ല. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. 2 ചിയേഴ്സൊക്കെ പറഞ്ഞ് ഓരോ ഡ്രിങ്ക്സൊക്കെ അടിച്ച് ഞങ്ങൾ നല്ല ചില്ല് ചെയ്ത് കിടന്നങ്ങ് ഉറങ്ങി. ഇനിയിപ്പം ഇന്ന് ഞങ്ങളിപ്പോൾ കുറച്ച് ലൊക്കേഷനിലോട്ട് പോകുന്നുണ്ട്. രാവിലെ തന്നെ ഒരു ഹൈക്കിംഗ് ഉണ്ട്. ദ സ്റ്റോർ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഐൽ ഓഫ് സ്കൈയുടെ ലൊക്കേഷനാണ്. അപ്പം ഇന്നിപ്പോൾ രാവിലെ അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് പോവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഫുള്ള് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ പോട്രി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു അതായത് കംപ്ലീറ്റ്ലി ഇവിടെ ഒരു സീ സൈഡ് ആണല്ലോ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളമാണ്, വാട്ടർ സൈഡാണ്. എന്തായാലും അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അതെന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ട് കാണാം. കാര്യമായിട്ട് ഭവ്യ സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മുടെ ചെക്കൻ ടോണിയൊക്കെ എന്നാ ടോണി ഉണ്ടാക്കുന്നത്? ഓക്കെ, ഹാം സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അജിത്തും ടോണിയും കൂടെ. അരോട്ടൻ ഓൾറെഡി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് സ്വന്തം കാര്യമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ക്യാമറ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് എവിടെ പോകുന്നതെന്ന് അറിയാമോ?
സ്റ്റോർ കറക്റ്റ്. ആരുടെ സ്റ്റോറില്? നമ്മളൊരു സ്റ്റോറിലാണ് പോകും. അതെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോവാം. ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയി. അപ്പം എന്തായാലും ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. ഞാൻ ഇതുവരെ ഈ ട്രിപ്പിന് ബാക്കിൽ ഇരിക്കാത്തതുകൊണ്ട് എന്നെ പിടിച്ച് ബാക്കിലിരുത്തി. ടോണിയുടെ മറ്റേ ബോഡി ഇല്ല, പക്ഷെ എന്തെല്ലോ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും റെഡിയായി. ഓക്കെ, പോവല്ലേ? ഇന്നത്തെ നമ്മുടെ ഫേസ്റ്റ് ലൊക്കേഷനായ സ്റ്റോറ് നമ്മൾ കയറാൻ പോവാണ്. വലിയൊരു മലയാണ്, ദൂരെ നിന്നൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇവിടെ പേ ചെയ്തു. ആക്ച്വലി ഇപ്പോൾ ചൂടെടുക്കുന്നുണ്ടല്ലേ? ഇത് വേണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് മേളിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് നല്ല അനുഭവമാണ്. ഞങ്ങൾ പകുതി കയറിയിട്ട് തിരിച്ച് വന്നതാണ്. ഞാൻ പറന്നു പോവായിരുന്നു, അത് നവംബറിലായിരുന്നു. പക്ഷെ എന്നാലും എന്താ പറയുക, ഞാൻ ലിറ്ററലി പറന്നു പോകുന്നത് അരൂട്ടനിങ്ങനെ പേടിച്ചിട്ട് നമ്മൾ പിന്നെ ഞാൻ പറയട്ടെ മതി, നമുക്ക് ജീവനല്ലേ വലുത്, അങ്ങനെ തിരിച്ചിറങ്ങിയതായിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് എല്ലാം ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് കയറുന്നത്. പക്ഷെ ഇപ്പം ചൂടുണ്ട്. മേളിൽ ചെല്ലുമ്പോൾ കാറ്റ് കാണുമെന്നൊക്കെ ഒരു പേടിയുണ്ട്. അപ്പം ഇതിങ്ങനെ കൈ പിടിച്ചാൽ മതിയല്ലോ. അപ്പം എന്തായാലും ഇത് തന്നെ കയറാം, എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല. അപ്പം എന്തായാലും നമുക്ക് പോവാം. റെഡി അല്ലേ? സെക്കൻഡ് ടൈം. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു അത് പേടിച്ചിട്ടാണ് നമ്മൾ മുക്കാൽ ഭാഗം എത്തിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമായിരുന്നു. ഇന്ന് നമ്മൾ എന്തായാലും ഫുള്ള് എടുത്തിട്ട് ബാഗ് ഇട്ടാൽ പിന്നെ പറന്നു പോകത്തില്ലല്ലോ ഒന്ന് ബുദ്ധിമാന്. അപ്പം എന്തായാലും നമുക്ക് ഇനി ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചാൽ. അന്ന് വന്നപ്പം ഭയങ്കര മഴയും കാറ്റ്, ഭയങ്കര വെറ്റായിരുന്നു. ഇന്ന് നല്ല ഡ്രൈ, നല്ലതാ. ഞാൻ നല്ല പൂക്കൾ വിരിച്ച പാതയിലൂടെയാണ് കയറാൻ പോകുന്നത്. എന്തായാലും ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ സ്റ്റോർ. കയറി തുടങ്ങുമ്പം തന്നെ നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാ. ഇനിയിപ്പോൾ മുകളിലോട്ട് കയറും തോറും വ്യൂവിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരും. എന്തായാലും തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കിതയ്ക്കുന്നുണ്ട്. എന്തായാലും കയറിപ്പോൾ അമ്മച്ചിമാരൊക്കെ നല്ല സൂപ്പറായിട്ട് കയറുന്നുണ്ട്. ആ കാണുന്നതാണ് സ്റ്റോർ. അവിടെയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു എൻഡിങ് പോയിൻ്റ് ഉണ്ട്, അവിടം വരെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന മല മൊത്തം കയറി പോകണം. എല്ലാവരും നല്ല പിള്ളേരെയും കൂടെ കാഞ്ഞു പിടിച്ച് നടക്കുന്നുണ്ട്. നല്ല വെയിറ്റുള്ള ബാഗൊക്കെ ഇട്ട്. ഞങ്ങൾ പയ്യലാല പടി സമയമെടുത്ത് നടക്കുന്നു. ചൂടെടുത്ത് തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ട് നമ്മൾ പ്രിക്കോഷനായിട്ട് എല്ലാമായിട്ടാണ് വന്നേക്കുന്നത്. ടോണി എങ്ങനെയുണ്ട്? അയ്യോ, സംസാരിക്കാൻ പറ്റുന്നില്ല. അത് എല്ലാവരും അങ്ങനെ കയറി പോകുന്നുണ്ട് ഓരോ വഴിക്കൂടെ. ആക്ച്വലി പലരും പല വഴിക്കാണ് വന്നത്. കുറേ പേര് ഇതിലേ, കുറേ പേര് അതിലേ. എൻ്റെ ശ്വാസം വിടൽ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമ്പോൾ മനസ്സിലാവും എത്ര ഈസിയാണ് ഈ വാക്ക്. അയ്യോ, ഞങ്ങളങ്ങനെ ഓൾമോസ്റ്റ് എത്താറായി. ഇത്രയും കയറി വന്നു. ബാക്കി എല്ലാവരും കുറേ പേര് തളർന്ന് താഴെ ഇരുന്നു. ഞാനും അവരോടനെ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മേഘം ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. ഇപ്പോൾ വിസിബിലിറ്റി കുറച്ചുകൂടെ കാണാം അല്ലേ? കുറച്ചുകൂടെ നല്ലപോലെ കാണാം. നമ്മളെന്തായാലും ഇതൊക്കെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കയറിയ സ്ഥലം. അപ്പോൾ എന്തായാലും കയറും അല്ലേ ഏട്ടാ? കയറൂല്ലേ? നമ്മളിപ്പോൾ മുകളിൽ നിന്ന് കണ്ട കല്ലുകൾ ഓരോന്നാണ് ഇതൊക്കെ. ഇതാ നമ്മൾ ആ ഒരു കല്ല് അതിൻ്റെ ആ സൈഡിലും കൂടെ നമ്മൾ എത്തുമെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ആ കല്ലിൻ്റെ ഇടയ്ക്ക്, അതായത് ആ രണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്ന കണ്ടു. ഇതെങ്ങനെ കയറിയെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും നമ്മളിനി ബാക്കി അത് അരൂട്ടൻ 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ഞാൻ ഇനി ബാക്കിയും കൂടെ കയറട്ടെ. അരൂട്ടൻ ഇവിടെയുണ്ട്. ഈ കല്ലിൻ്റെ മുകളിൽ ആൾക്കാർ കയറുന്നത് കണ്ടിട്ട് കയറാൻ പോയിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ കയറുന്നുണ്ട്. റിസ്ക്കിയാണ്, ബട്ട് വിൽ സീ ഇഫ് ഹീസ് ഗോണ മേക്ക് ഇറ്റ്. കുറേ ആൾക്കാർ കയറുന്നുണ്ട്, സോ ഹോപ്പ്ഫുള്ളി ഹി വിൽ. കയറി ഗൈസ്, അതാരൂട്ടൻ. അയ്യോ, അതാ നിൽക്കുന്നു. ഏട്ടാ മാളി കയറിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വ്യൂ ആ. എന്നിട്ട് എന്നോട് കയറണ്ടാ പറഞ്ഞേ? എന്റെ സ്നേഹമുള്ള ചേട്ടൻ ആക്ച്വലി കുറച്ച് റിസ്ക്കിയാണ്. ആ കല്ല് എങ്ങനെ കയറാൻ പറ്റും, പക്ഷെ ഒരു റിസ്ക്കാണ്. തിരിച്ചു വരുമ്പോൾ നോക്കട്ടെ, മൂടുണ്ടായി കയറാന്ന്. ഇനിയിപ്പോൾ നമ്മൾ അതാണ് എൻ പോയിന്റ്. ആ ഒരു എൻ പോയിന്റിലോട്ട് പോവാണ്.
അതിലെ കൂടെ കയറി കഴിഞ്ഞാൽ സെറ്റ്. നമ്മൾ ഈ ഒരു സംഭവം അങ്ങ് ഫിനിഷ് ചെയ്യും. ഇപ്രാവശ്യം ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അത് ഫിനിഷ് ചെയ്യുവാണ്. ഫിനിഷിങ് ഓഫ്. ഇവിടെ വരെ വന്നു. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് വരെ വന്നു. പക്ഷെ മഴ ഇതും കാരണം നമുക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ഇത്രയും കൂടെ അല്ലേ ഉള്ളൂ, എന്തായാലും കയറും. ആക്ച്വലി ഇല്ലേ നമ്മൾ ഇത്ര യെസ്, ആ പാർക്കിംഗ് അവിടെ വളഞ്ഞ് കയറി ഇവിടെ വരെ എത്തി. വ്യൂ അടിപൊളിയാണല്ലേ. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഫസ്റ്റ് ഹൈക്കിങ് അതങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ താഴെ ഈ കല്ലുകളൊക്കെ ആയിരുന്നു നമ്മൾ മേളിൽ നിന്ന് കണ്ടത്. ടോണി ഹാപ്പി അല്ലേ? ആ 2 പേര് കയറി വരുന്നുണ്ട്. വരൂല എന്നൊക്കെ വിചാരിച്ച് തോറ്റു കൊടുക്കില്ല എന്നും മനസ്സുണ്ടേ. ഭവ്യയും തുഷാരയും അവരുടെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലല്ലായിരുന്നോ? ഇവിടെ ഇപ്പൊ നല്ല റഷായി, കുറേ ആൾക്കാരുണ്ട്, ചെന്നം പിന്നെ ആൾക്കാർ. പക്ഷെ വ്യൂ ഇല്ലേ ഒരു രക്ഷയില്ല. നമ്മളിവിടെ ഇങ്ങനെ ഇപ്പൊ കുറച്ച് കാറ്റൊക്കെ ആയിട്ട് തണുപ്പുണ്ട്, നമുക്ക് ചൂടിന്റെ സീനൊന്നുമില്ല. അടിപൊളി. അപ്പൊ ഇനി എന്തായാലും നമ്മളിവിടെ ഇറങ്ങിയിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാ ലൊക്കേഷൻ? കിൽട്രോക്ക്. അത് അവിടെ നമ്മൾ പോയതായിരുന്നു, അന്നും മഴയായിരുന്നു. അപ്പോൾ ഇന്ന് പോയിട്ട് അവിടെയും കുറച്ച് നേരം ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പോകും. അജിത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഹൈക്ക് എങ്ങനെ ഉണ്ടായിരുന്ന? അടിപൊളിയല്ലേ? കറുപ്പ് കയറുക അതൊക്കെ ഒരു മാറ്റർ ആണോടാ അത്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പം ഇറങ്ങണം. ഇവിടുന്ന് ഇങ്ങനെ പോയി അവിടെ ഒരു കാർ പാർക്കുണ്ട്, അവിടെ വരെ പോയി ചെന്ന് നമ്മൾ ഇറങ്ങണം. ഫൈനലി അതാ വരുന്നതാ. വരില്ല എന്ന് വിചാരിച്ചവരെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു? അമേസിങ്. ശ്വാസം വിടട്ടെ. ഒരു രക്ഷയില്ല. പക്ഷെ എങ്ങനെയുണ്ട്? പക്ഷെ കയറിയത് വെറുത്താണോ? നോക്ക്, അത് കണ്ണാടി ഊരിയിട്ട് കണ്ണിനകത്ത് മൊത്തം ഇരുട്ടാത്. അപ്പൊ എന്തായാലും ഇനി നമ്മള് ഇവിടുന്ന് താഴെ പോയിട്ട് അടുത്ത ലൊക്കേഷൻ എത്തിയിട്ട് കാണാം. ഞങ്ങളിപ്പം ഇവിടെ വണ്ടി നിർത്തി. കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഘം, അതായത് ഈ വെള്ളത്തിൻ്റെ മുകളിലുള്ളത് മൊത്തം മേഘം കൊണ്ട് മൂടിക്കിടക്കുകയാണ്. ഈ കാണുന്നത് മൊത്തം. ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോടയാണെന്ന് വിചാരിക്കും, പക്ഷെ ഇത് കോടയല്ല, മേഘം ഇറങ്ങി നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അടിപൊളി വ്യൂ ആണ്. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മേഘം ഇങ്ങനെ, മേഘത്തിൻ്റെ മുകളിൽ നമ്മൾ. പക്ഷെ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ ഫുള്ള്. വെള്ളം നമുക്ക് ആക്ച്വലി ആ സൈഡിലോട്ട് ഒട്ടും കാണാൻ പറ്റുന്നില്ല. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഞങ്ങൾ സെക്കൻഡ് ലൊക്കേഷനായി കിൽട്രോക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാ പുറകിൽ ആ ചേട്ടൻ ഇങ്ങനെ ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ പാവാടയൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇത് അവിടുത്തെ അവരുടെ ഒരു മെയിൻ ഡ്രസ്സാണ്, ആണുങ്ങൾ പാവാട ഇടുക എന്നുള്ളത്. അങ്ങനെ പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ പാടി മറ്റൊരു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പല ഇതിൽ കണ്ടിട്ടുണ്ട്. പുള്ളി പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ പൈസ കൊടുക്കുന്ന രീതിയിലാണ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. ആക്ച്വലി ഇവിടെ കടൽ കാണുന്നത് കുറവാണ്. കടലിനേക്കാളും കാണുന്നത് ഇവിടെ മേഘങ്ങളാണ്. മേഘം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നിൽക്കുവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വ്യൂ കാണുന്നത്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട്. അതിൻ്റെ മേലെ ഫുള്ള് മേഘങ്ങൾ മറഞ്ഞാണ് ഇരിക്കുന്നത്. അവിടെയുള്ള ആ റോക്ക്, അവിടെ അതങ്ങനെ റോക്ക് ഇങ്ങനെ, അതായത് കുത്തനെയുള്ള ഇറക്കം, അതുകൊണ്ട് കിൽട്രോക്ക് എന്നുള്ളൊരു പേര് വന്നേ. ലൈക്ക് താഴോട്ട് നോക്കിയാൽ കാണാം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നവിടെ ഫുൾ മഴയായിരുന്നു. ആ ചേട്ടൻ പിന്നെയും പാടാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വെള്ളത്തിൻ്റെ കളർ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞങ്ങൾക്ക് താഴെയുള്ള കല്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആയിട്ട്. പിന്നെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം. ഞങ്ങൾ ഒരു വലിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഞങ്ങളുടെ പ്ലാന് വൈകുന്നേരം ഒരു ബീച്ചിൽ പോകാനായിരുന്നു. പക്ഷെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അങ്ങ് ടയേർഡായി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഉറക്കം ഇറങ്ങിയപ്പം എല്ലാവരും നല്ല ഹാപ്പി ചിയർഫുള്ളായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഒന്ന് ഈ ഒരു ടൗൺ, ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ പോർട്രി എന്ന് പറയുന്നൊരു ടൗണാണ്. അപ്പോൾ ഈ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അവിടെ ഒരു ഹാർബറുണ്ട്. അതിലോട്ട് തന്നെ ഓൾറെഡി ഹാർബറൊക്കെ പോയി കണ്ടിട്ട് വന്നു. അതിൻ്റെ ബാക്ക് ചെയ്താൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. സൈഡിൽ കൂടെ നടക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചാൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, പിന്നെ കയാക്കിംഗ് ഒക്കെ കണ്ടു. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ഞങ്ങൾ ഓൾറെഡി കയാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വേണ്ട
കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പം ഇതിലെ നടന്ന് വെറുതെ ഈ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ്. ഇപ്പം സമയം എത്രയായി ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. 6 മണിയായി. ഇപ്പം ഇവിടെ ആക്ച്വലി ഒരു 10 മണിയാവും ഇരുട്ടണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഇതിലെ കൂടെയൊക്കെ നടന്നൊന്ന് ചില്ല് ചെയ്യുവാണ്. അപ്പം ഞാൻ ഈ ടൗണിൽ ഒക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, ടൗണിലെ വിശേഷങ്ങളും. പൊതുവേ ഞാനിങ്ങനെ കോസ്റ്റൽ ഏരിയയിലൊക്കെ പോകുമ്പം UK തന്നെയുള്ള കോസ്റ്റൽ ഏരിയസിലൊക്കെ പോകുമ്പോഴത്തേനും ഫിഷ് ആൻഡ് ചിപ്സ് മസ്റ്റായിട്ട് കഴിക്കുന്നത്. കാരണം നല്ല മീനൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ച് ട്രൈ ചെയ്യാം. അപ്പം മേ ബി ഈവനിങ് ഒന്ന് ട്രൈ ചെയ്ത് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കുമായിരിക്കും. ഡിസ്റ്റിലറി ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ ഇനി നോക്കട്ടെ എന്താ ചെയ്യുന്നതെന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറയാം. അരൂട്ടനാണെങ്കിൽ ഇങ്ങനെ പ്ലാനുകൾ പറഞ്ഞിട്ട് എനിക്ക് സൗകര്യം തരുന്നില്ല. ഡിസ്റ്റിലറി കണ്ടുപിടിക്കാം. പിന്നെ ഒരു വിസ്കി ഡിസ്റ്റിലറി കാണാൻ പോവാം. അപ്പം ഇവിടുന്ന് ആക്ച്വലി നല്ലൊരു വ്യൂ വരുന്നുണ്ട്. അപ്പം നോക്കട്ടെ എന്നാ കാണുന്നതെന്നുള്ളത് നോക്കിയിട്ട് കാണുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പറയുകയാണെങ്കിൽ ഇത് മറ്റേ ആർട്ടിക് സമുദ്രത്തിൽ നിന്ന് പിടിക്കുന്ന കയ്യോടെ പിടിക്കുന്ന ചൂണ്ടയിട്ട് പിടിക്കുന്ന പ്രത്യേകതരം ആസാമീസ് കൊണ്ടാണ്ട സ്ഥലങ്ങൾ മാത്രം ഇട്ട് വളർത്തുന്ന മീനെ നിലാവുള്ള രാത്രിയിൽ ഇട്ട് പിടിച്ചിട്ട് ഇതിനകത്ത് അതുപോലെ നമ്മള് മസാലയൊക്കെ പോയിട്ട് സെറ്റ് ചെയ്ത് തരും. അതെ, അവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ ആക്ച്വലി ഒരു ഫിഷ് ആൻഡ് ചിപ്സിന്റെ കട കണ്ടു. അപ്പൊ അതിന്റെ കഥയാണ് ഇപ്പൊ ടോണി പറഞ്ഞത്. ഫ്രഷ് ഫിഷ്, അതായത് ഫ്രഷ് ഫിഷും ചിപ്സും കിട്ടുമെന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാൻ പോകും. സപ്പർ ഫിഷ് ആൻഡ് ചിപ്സ് ആക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നുള്ള ഇതാണ് ഹാർബർ. ഇവിടെയാണ് ഹാർബർ വരുന്നത്. അയ്യോ, അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കണ്ടില്ലേ, ലൈക്ക് മലയും നമ്മളിങ്ങനെ സിനിമയിലും പുസ്തകത്തിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു അടിപൊളി വ്യൂ. അവരുടെ പറഞ്ഞ സാധനം ക്ലാസിക് ജിയാൻ ബിങ്. ഈ സാധനം അതാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. കൂടെ ഞാനൊരു ബബിൾ ടീം കൂടെ മേടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്നാലും ഒന്നുകൂടെ കൂടി ഇതാ താരോ പറഞ്ഞ ചിക്കു പറഞ്ഞ താരോ, എന്നാ അതൊരെണ്ണം കുടിക്കാം അയറിക്ക് വേണ്ടി ഒന്നുകൂടെ. അയറി എന്നെ മുടിപ്പിച്ചിട്ടേ പോകത്തുള്ളത്. എന്നാ പിന്നെ അത് മേടിക്കാം. ഇത് മേടിച്ചാ ഇത് എന്നാ ഇതും താരോ മിൽക്കും സെറ്റ്. ഓക്കെ, അപ്പൊ അത് മേടിക്കാം. അങ്ങനെ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ജിയാൻ ബിങ് ജോങ് ജോങ് എന്നൊന്നുമില്ല. തുഷുവിന്റെ പേരെന്തായിരുന്നടി? ജിയാൻ ബിങ് അല്ല ഇതിനകത്തുണ്ട്. ജിയാൻ ബിങ് എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ജിയാൻ ബിങ് എങ്ങനെ ഉണ്ടാ കഴിച്ചിട്ട്? പപ്പടോ? ഓ, ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാ ആണോ? ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ഞാൻ ആ താരോ മിൽക്ക് ഒന്ന് ട്രൈ ചെയ്യട്ടെ. ചില പൊട്ടിക്കിരി താരോ മിൽക്ക് എന്ന് അതിന്റെ പേര്, ഫ്ലേവർ ഒന്നും ഇല്ല. ഇതാ ചിക്കൻ ലൈറ്റ് പർപ്പിൾ കളർ. ബേൽപൂരിയോ? എന്നാ ഞാൻ കഴിക്കട്ടെ, എനിക്ക് ഇഷ്ടമാണ്. കുടിച്ചു നോക്ക്. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നടക്കുവാണ്. ഇപ്പോൾ ഈ ടൗണൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് 4 പേരും. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴോട്ടൊന്ന് പോയാലോ എന്നുണ്ട്. വഴിയുണ്ടെങ്കിൽ അതിലൊന്ന് പോയി കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാണാനൊന്നുമില്ല, കടകളും ഇങ്ങനെ പ്രകൃതി ഭംഗിയും ഇതൊക്കെ തന്നെ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ ഇതിലെ നടന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാളെ രാവിലെ നമ്മൾ എഡിൻബറയ്ക്ക് പോകും. എഡിൻബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ മെയിൻ എഡിൻബറ ചെന്നിട്ട് നമ്മൾ എഡിൻബറ നാളെ ഫുള്ള് സ്പെൻഡ് ചെയ്ത് നാളത്തെ കഴിഞ്ഞാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൂടെ കാണിച്ചു തന്നിട്ട് നാളെ രാവിലെ കാണാം. അപ്പം ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 3 ഓഫ് മൈ സ്കോട്ട്ലൻഡ് ട്രിപ്പ്. ഇന്നിപ്പോൾ ഉച്ചയായി. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇറങ്ങിയത് കൊണ്ട് ആ സമയത്തെ ബിറ്റ്സ് ആൻഡ് പീസസ് ഇപ്പം നിങ്ങൾ കണ്ടു കാണും. എനിക്കിങ്ങനെ വോയിസ് ഒന്നും ചെയ്യാനുള്ള ഒരു എനർജിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ചെറുതായിട്ട് ബ്രെഡും അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങൾ. ഇപ്പം ഞങ്ങളിവിടെ 12 മണിയായി. എഡിൻബറയിലെത്തി. എൻ്റെ മേളിൽ ഇവിടെ കാസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എഡിൻബറ കാസിൽ. നമ്മൾ കാസിലിനകത്ത് കയറുന്നില്ല, പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നടക്കാനാണ് പ്ലാൻ. ഇപ്പം ഫസ്റ്റ് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത്
ഞങ്ങൾ മെക്ഡി ഉണ്ട്, അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെക്ഡി കഴിക്കാമെന്ന് വിചാരിച്ച് മെക്ഡിയിലോട്ട് പോവാണ്. സോ അപ്പം എന്തായാലും എല്ലാവർക്കും വിശക്കുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ ഓടാൻ പോവാണ്. ഓടി അവിടെ ചെന്നിട്ട് അപ്പം ഇനിയിപ്പം ഫുള്ള് എഡിൻബറയുടെ വിശേഷങ്ങൾ കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി മെക്ഡിയിലോട്ട്. എൻ്റെ തൊട്ട് മുകളിൽ കാസിൽ ഈ സൈഡിൽ കാണാൻ പറ്റും. സൈഡിലുള്ളത് അരുട്ടൻ. ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി മാച്ചിങ് ആയിപ്പോയി. യെസ്, പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇത് ഇന്നലെ ഇടാൻ വിചാരിച്ച ഡ്രസ്സായിരുന്നു, പക്ഷേ ഞാൻ ഇന്ന് ഇട്ടുപോയതാ. അപ്പോൾ എന്തായാലും മെക്ഡി തപ്പി ഇപ്പം അങ്ങോട്ട് നടന്നു, ഇനി നേരെ തിരിച്ച് ഇങ്ങോട്ട് നടക്കുക. എല്ലാവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വേഗം ഇനി മെക്ഡിയിൽ തപ്പി കണ്ടുപിടിച്ചിട്ട് കഴിക്കട്ടെ. എന്തെങ്കിലും ബർഗറൊക്കെ ആയിരിക്കും കഴിക്കുന്നത്, പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രമൊന്നും കാണിയല്ല. എന്തായാലും കഴിച്ചിട്ട് ഇനി കാണാം. അല്ല ഞാനേ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കും. തുഷാര ആക്ച്വലി ഒരു സ്കോട്ട്ലൻഡ്കാരിയായിരുന്നു. തുഷാര എത്ര വർഷം ഉണ്ടായിരുന്നു സ്കോട്ട്ലൻഡില്? 1.5 വർഷം. എന്നിട്ട് എഡിൻബറയിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം. തുഷാര എവിടെയാണ്? ഗ്ലാസ്ഗോയിലായിരുന്നു തുഷാര ഞങ്ങളെ ഇങ്ങനെ ഗ്ലാസ്ഗോയിൽ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഗ്ലാസ്ഗോ കാണാന്ന്. നമ്മള് ടൈറ്റ് സ്കെഡ്യൂൾ ആണെങ്കിൽ അറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം. എന്തായാലും ഇവരെവിടെയൊക്കെ ഇവരുടെ പറയാ പോവല്ല, നമുക്ക് മെക്ഡി കിട്ടത്തില്ലെന്ന് പോലെ നമ്മളെന്നും മെക്ഡിയിൽ തന്നെ അല്ലട്ടാ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, എല്ലാവരും അവനവന്റെ ഫുഡ് ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. കഴിക്കേ തവയ്ക്കേ. ടോണി ജ്യൂസേ കുടിക്കുന്നോളമ്മ. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങള് ഇനിയിപ്പം കാസലിന്റെ ഫ്രണ്ടിലോട്ട് പോവാണ്. അവിടെ ആക്ച്വലി കുറച്ച് കാണാനൊക്കെ ഉണ്ട്. കാസലിന്റെ ഫ്രണ്ടിലൂടെ നടന്നു പോയിട്ട് കാസലിന്റെ അകത്ത് കയറുന്നില്ല, കാരണം എല്ലാവരും പറയുന്നത് വേർത്ത് അല്ലെന്നാണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും കയറിയില്ല. അപ്പം പിന്നെ കാസിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. സോ കാസലിന്റെ ഫ്രണ്ടിൽ പോയി കാസലൊക്കെ കണ്ട് ഫ്രണ്ടിലുള്ള ഒരു പാത്തുണ്ട്, അപ്പോൾ അതിലേക്ക് നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് എല്ലാവർക്കും വയറ് നിറഞ്ഞുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. അപ്പം നല്ല തിരക്കുള്ളൊരു ടൗൺ. നമ്മളിപ്പോൾ ഇത്രയും ദിവസം വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. ഭയങ്കര ആൾക്കാരും ഭയങ്കര തിരക്കും. അപ്പോൾ എന്തായാലും ഞാൻ വേഗം റോഡ് ക്രോസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഓടട്ടെ. ടോണിയാണ് വഴികാട്ടി. ടോണി തെറ്റിച്ച് കഴിഞ്ഞാൽ ഇടിയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഞങ്ങൾ അവിടെ ഒന്ന് വേഗം കാസിൽ ഇവിടെ നിന്ന് കാണാം. അപ്പം ഞങ്ങൾ പക്ഷെ റൗണ്ട് ഒന്ന് നടന്ന് നീങ്ങണമെന്നേ ഉള്ളൂ. അവർ പുറകിൽ 2 പേര് പയ്യെ നടന്നൊക്കെ വരുന്നുണ്ട്. ഫോണൊക്കെ ഞാൻ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ ആണെങ്കിലും ഫോണ് തട്ടിക്കൊണ്ട് പോകുന്നത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ചുറ്റും ആക്ച്വലി ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ അടിപൊളിയാണ്. ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ വണ്ടി ഇടിച്ചാണ്. ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ലൈക്ക് പള്ളികളും ബാക്കി ഹോട്ടലുകളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ. ഇതൊക്കെ കണ്ട് പയ്യെ അങ്ങ് നടക്കുക. പയ്യല്ല, കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്. ടോണി എന്തിനാണ് നമ്മൾ ഇത്ര സ്പീഡിൽ നടക്കുന്നത്? എന്തോ ഒരു കാരണത്തിന് സ്പീഡിൽ നടക്കുന്നുണ്ട്. വോട്ടെവർ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കാസലിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. നടന്നിപ്പോൾ നമ്മൾ കാസലിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് നമ്മൾ കാസലിൻ്റെ ഫ്രണ്ടിലെത്തും. ഒരു 10 മിനിറ്റ് നടത്തമായി ഓൾറെഡി. ഇനി ഒരു 2-3 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലും. ഞങ്ങളങ്ങനെ കിതയ്ക്ക് നടന്ന് കാസലിൻ്റെ ഇവിടെ എത്തി. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി പുതിയതാട്ടോ, പുതിയ സെറ്റപ്പ്. ഇവിടെ എന്തോ ഇവർ മറ്റേ ടിക്കറ്റ് കൗണ്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണ്ടിതൊന്നും ഇല്ലായിരുന്നു. നേരെ അങ്ങ് കയറുമായിരുന്നു. വന്നപ്പം ഞാനിപ്പോൾ കാസൽ കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട്, ഭയങ്കര റഷ്. വിചാരിച്ചില്ല ഇത്ര ആൾക്കാരുണ്ടാവുന്നത്. ഇവിടെ സ്റ്റേഡിയം പോലെയൊക്കെ. ഇതെന്താ ചുറ്റും സ്റ്റേഡിയം ഒക്കെ പണിതിട്ടുണ്ട്. പണ്ടിതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും കാസൽ കാണിച്ചു തരാം. ഇതാണ് എഡിൻബറ കാസിൽ. നമ്മളിപ്പോൾ അതിനകത്തോട്ട് കയറുന്നില്ല. കയറിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ വെറുതെ നിന്ന് കണ്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു. നിങ്ങൾ കാസിലിനകത്ത് കയറിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? എനിക്ക് പൈസക്കുള്ള ബോധമുണ്ടെന്ന് തോന്നി. നമ്മള്
ഇങ്ങനെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് വലിയ താല്പര്യമില്ല. പുറത്തുനിന്ന് കാണാൻ അതുകൊണ്ടായിരിക്കാം അത് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അല്ല എനിക്ക് നമുക്ക് ആർക്കും പൊതുവെ ഇഷ്ടമില്ല ഇങ്ങനെ ലൈക്ക് ഇങ്ങനത്തെ കാണുന്നത്. ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, പഠിക്കുന്ന ആൾക്കാർക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് നിന്നത് കണ്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകും അല്ലേ? ഓക്കെ, നമ്മള് കാസലൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇപ്പൊ ഇവിടെ കാണുന്നത് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ്, ബാറ്, അങ്ങനെയുള്ള എന്താ പറയുക ലൈക്ക് സുവിനിയർ ഷോപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയൊരു കത്തീഡ്രലൊക്കെ ഉണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ. അതുപോലെ ഞങ്ങളിവിടെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ സ്കോച്ച് വിസ്കി എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അതായത് ഇവിടെ നിന്നായിരുന്നു ഇത് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങള് ഇപ്പൊ ചെയ്യുന്നില്ല. അത് വഴിയിൽ ആൾക്കാരൊന്ന് പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് വഴി സൈഡിൽ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ കയറാൻ പോവാണ്. ഒബ്സ്ക്യൂറ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്യൂഷൻസിന്റെ ഒരു വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ആണ് ഇതിനകത്ത്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. സോ അതുകൊണ്ട് തുഷാരന്റെ ഫോട്ടോ എടുക്കണോടി. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതിനകത്ത് കയറാനായിട്ട് ടിക്കറ്റ് കിട്ടുമോ നോക്കണം. എപ്പോഴാണ് ഇനി അടുത്ത സെഷൻ എന്നുള്ളത്. കയറിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ് തുഷാര പറഞ്ഞത്. മസ്റ്റ് ട്രൈ ആണെന്ന്. ഒബ്സ്ക്യൂറ ഇല്യൂഷൻസ് നല്ല തിരക്കുണ്ട് ആക്ച്വലി. ടൗണില് അടിപൊളി തിരക്കാണ്. ഇതിപ്പോ ഇതിനകത്തോട്ട് എങ്ങനെ ഇറങ്ങുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിവേ ഞങ്ങൾ അവരൂടെ വന്നിട്ട് ഈ ഒരു ഒബ്സ്ക്യൂറയിൽ കയറി. ഇതാ ഇവിടെ തന്നെ, അതായത് കാസലിന്റെ തൊട്ട് താഴോട്ട് വരുമ്പം ഇവിടെ തന്നെയാണുള്ളത്. അപ്പം എന്തായാലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. അതിനകത്ത് കയറിയപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ തന്നെ ബുക്ക് ചെയ്ത് കയറുവാണ്. ഒരാൾക്ക് 23 പൗണ്ട് ടിക്കറ്റ്. എൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇവരുടെ കാർഡ്സും. അതായത് സ്കോട്ട്ലൻഡിലെ എഡിൻബ്രയിലെ എക്സ്പീരിയൻസ് ഒക്കെയാണിത്. അതായത് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം. അതായത് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഉണ്ടെങ്കിൽ തലയില്ല, തലയുണ്ടെങ്കിൽ ബോഡി ഇല്ല, അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഇത് ആക്ച്വലി ഇവിടെ ഞെക്കി ഞെക്കി പോവുകയാണ്. അത് ആക്ച്വലി നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ടാണോ ഏത് വഴിക്കാ പോകണ്ടേന്ന് കാണുന്നില്ല. എടാ ഇങ്ങോട്ടാണോ? ഓക്കെ, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടല്ല. അയ്യോ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച്. അതായത് ഇത് പല ടൈപ്പ് ഓഫ് മിറർ വെച്ചിട്ടുണ്ട്. എന്റെ കാല് നോക്കി, ഇത് കുള്ളത്തിയായി. ഓ മൈ ഗോഡ്, അരുട്ട് നോക്ക്, അരുട്ടിന്റെ തല നോക്ക്. അയ്യോ അജിത്ത് നോക്ക്, എന്റെ തല വലുതാവില്ല. ഇത് നോക്ക്, ഇപ്പൊ കഴുത്ത്. വാവ്, ഈ കൊച്ചുങ്ങളൊക്കെ ഇപ്പം, ഈ കൊച്ചിപ്പോ സാധായ അടുത്തോട്ട് കൊല്ലുന്ന പോകുന്തോറും സാത്താനായിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ 6 പേരുണ്ട്. എല്ലാരും ടാറ്റ കൊടുക്ക, എല്ലാരും ടാറ്റ കൊടുക്ക, ടാറ്റ കൊടുക്ക. എടാ ടാറ്റ കൊടുക്കട്ടാ. രണ്ട് അവേഴ്സോളം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങിയതാണ്. ഇനിയിപ്പം വെറുതെ ഈ എഡിൻബ്ര നഗരത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വഴിയുടെ നടുക്കൂടെ നടക്കാൻ പറ്റത്തില്ല. സൈഡ് ഫുള്ള് ഇങ്ങനെ കടകൾ, സുവിനിയർ ഷോപ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. ആൾക്കാർ ഇങ്ങനെ മറ്റേ ഇവിടുത്തെ മെയിൻ സാധനം പാവാടയൊക്കെ ഇട്ട് വായിക്കുന്നുണ്ട്. പിന്നെ സൈഡിലെ കഫേസിലൊക്കെ ഇരുന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നു. ഭയങ്കര തിരക്കാണ്, നല്ല റഷുണ്ട്. ഞങ്ങൾ ഇതിൽ കൂടെ നടന്ന് വെറുതെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോസ്റ്റലാണ്. വലിയോ കുറേ പേര് ഇങ്ങനെ എന്താ പറയുക, നോക്കിയാൽ കാണാൻ പറ്റും. കുറേ പേര് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതാ. അപ്പം എന്തായാലും ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യട്ടെ. പിന്നെ ഇന്ന് ഇതൊക്കെ തന്നെ വെറുതെ നടക്കുന്നു, കാഴ്ചകളൊക്കെ കാണുന്നു. ഇവിടെ ഇഷ്ടംപോലെ, അതെനിക്കത് സമ്മർ ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യുവാണ്. എല്ലാവരും എന്താ ബാഗൊക്കെ ആയിട്ട് വന്നു. അപ്പം റൂമിൽ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കീ കാർഡൊക്കെ കിട്ടി. എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരോട്ടനെ എല്ലാവരും ഇരുന്ന് കേൾക്കുന്നുണ്ട്. സോ ഇനി കയറിയിട്ട് റൂമെല്ലാം കാണിച്ചു തരാം.
ആരിലുണ്ടോടാ? ആ ഇവിടെ ഒരാളുണ്ട്. പക്ഷെ ബാക്കി ഇഷ്ടമുള്ള എടുക്കാം. നമ്മൾ ഇതെടുത്താലോ? വിൻഡോയുടെ സൈഡിലുള്ള റൂം. ഞങ്ങളങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു, കുറച്ച് റെസ്റ്റ് എടുത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വൈകുന്നേരം ഒന്ന് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങാനാണ് പ്ലാൻ. അപ്പം ഞങ്ങളിത് ഇവിടെ ആണുങ്ങളൊക്കെ പുറത്ത് പോയി. ഞങ്ങളതുകൊണ്ട് ജങ്ക് കളിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നല്ലൊരു ഹോസ്റ്റലാണ്. ഭയങ്കര അടിപൊളി ഹോസ്റ്റൽ, നല്ല ഫെസിലിറ്റീസും കുറേ ആൾക്കാരൊക്കെ ഉള്ളൊരു വലിയ ഹോസ്റ്റലാണ്. അപ്പം ഞങ്ങളെന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ്സ് ആവാമെന്ന് വിചാരിച്ച് ഇപ്പം അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് പ്ലാൻ എന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ അങ്ങനെ 3 പെണ്ണുങ്ങളോടെ വെറുതെ ഇങ്ങനെ എഡിൻബറ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് വെറുതെ ചുമ്മാ ഒരു രസം.